നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ളൊരു നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുമോ, ഡിവൈനിൽ നിന്നും ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിവൈനോട് ചോദിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ അതാരാണെങ്കിലും തന്നെ ആ ഒരു പേഴ്സണ് പൂർണ്ണമായിട്ടും ഇവിടെ ഡിവൈനിൽ നിന്നും ഒരു ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും അവർക്ക് ഏറെക്കുറെ ഒരു ഭയങ്കരമായിട്ട് മനസ്സിന് കൺട്രോളുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളെപ്പോലെ ആയിരിക്കില്ല. ഈ ഒരു വ്യക്തി വളരെ കൺട്രോൾഡ്, മനസ്സിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ എല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളാണെന്നാണ് ഇവിടെ കാണുന്നത്. ബട്ട് ഈ ഒരു വ്യക്തി ആരിലെങ്കിലും ഒന്ന് അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ് എന്നതാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വ്യക്തിയുടെ ജീവിതത്തിൽ വേറെയും ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് മാരീഡോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ടോ നമ്മൾ ലൈഫിൽ പലരെയും ഡീൽ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലും പലരും അവരുടെ ലൈഫിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പായിട്ടും എല്ലാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അങ്ങനെ വന്നു പോയിട്ടുള്ളതായിരിക്കാം. ബട്ട് നിങ്ങളോട് മാത്രമാണ് അവർക്കൊരു ഇമോഷണലി ഇത്തിരി അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ബട്ട് ഹീ ഈസ് സ്ട്രോങ്. ഈ ഒരു വ്യക്തി നല്ല സ്ട്രോങ് ആണ്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. കുറച്ച് ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ മാത്രമാണ്, നിങ്ങളോടാണ് അയാൾക്ക് അത്തരത്തിലുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ തോന്നിയിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഭൂരിപക്ഷത്തിലുള്ളൊരു എനർജി വരുന്നത് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് പാർട്ട്ണർ അല്ല, പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് മുൻ ജന്മത്തിലെ കണക്ഷൻ ഉണ്ട്. അത് ആ ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു വ്യക്തിയുടെ പല പല സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമത്തിലാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഫുൾ ടൈം ഈ ഒരു വ്യക്തിനെ കുറിച്ച് തന്നെയായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾക്കൊരു ഇന്നർ ഫീലിങ്സ് ഉണ്ടായിരിക്കും, ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആരോ ആണ്, നിങ്ങളുടെ എന്തോ ആണ് ഈ ഒരു വ്യക്തി എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ചിലവർക്കിത് ജോബ് സംബന്ധമായിട്ടുള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈക്ക് എഡ്യൂക്കേഷൻ, കർമ്മ, അത്തരത്തിലുള്ളൊരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. അതിലേതെങ്കിലും റിലേറ്റഡ് ആയിട്ട് വന്നതായിരിക്കണം. ചിലവർക്കിത് ലൈക്ക് സോഷ്യൽ മീഡിയ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തി, ഇങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കുമെന്നൊന്നും. പക്ഷേ ഇവിടെ 1% or 2% എനർജി എനിക്ക് കിട്ടുന്നത് ചിലർക്കെങ്കിലും എന്താ പറയുക, കുറച്ച് സ്പിരിച്വലി അവേക്കണിങ് ആയിട്ടുള്ളൊരു വ്യക്തികൾക്ക് ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തിയെ മുമ്പ് സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നർ അത്രയും സ്പിരിച്വലി ഇതായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ കാണുകയോ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഓൾസോ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ വിളിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു, നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ അവർ വിളിക്കുന്ന എന്തെങ്കിലും പേരുകൾ അവിടെ ഇവിടെയൊക്കെ കാണാനിട വരുത്തുക, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഇവിടെ നാച്ചുറൽ സയൻസ് എന്ന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൈനുകൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും, യൂണിവേഴ്സ് തരുന്നുണ്ടായിരിക്കും. ലൈക്ക് അവരുടെ നെയിംസ് പലതവണ പല ഇതിലും കാണാം, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ദം, അവരുടെ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എപ്പോഴും അവരെ ഡ്രീമിൽ കാണുക, അല്ലെങ്കിൽ അവരുടെ മാത്രം ചിന്തകളായിരിക്കും. അല്ലെങ്കിൽ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് നമ്മളുടെ ഒരാളും ഒന്നുമല്ലാതായി തീരുക. ഇവരാണ് നിങ്ങളുടെ ലോകം എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെയും എനിക്ക് റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നതായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത്. കർമ്മ എന്നാണ് എനിക്ക് കിട്ടുന്നത്. ബിക്കോസ് ദിസ് ഈസ് യുവർ പാസ്റ്റ് ലൈഫ് കണക്ഷൻ. പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷനാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ കർമ്മ ബാക്ക്. അതായത് ഈ വ്യക്തിക്ക് ഇവിടെ നിങ്ങളോട് ചെയ്തതിനുള്ള തിരിച്ചടികളൊന്നും ഡിവൈൻ അവർക്ക് നൽകുന്നുണ്ടായിരിക്കില്ല. അത് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അവരിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, അത് നിങ്ങളുടെ കർമ്മയാണ്. ഇറ്റ്സ് എ കർമ്മ ബാക്ക് എന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എനർജി ഈസ് കമ്മിങ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയോട് ചെയ്തിട്ടുള്ള അവഗണനകൾ അല്ലെങ്കിൽ ചീറ്റിങ് എന്തൊക്കെയോ കൊണ്ടാണ് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയതും നിങ്ങൾ അവർ മൂലം വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ. അതും ഈ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഈ ഒരു ജന്മത്തിൽ എവിടെയും ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ളൊരു ഫീലിങ്സും ഒരു വിഷമവും, അത് ചത്ത് കളഞ്ഞാൽ മതി. ഈ ഒരു ബന്ധം വന്നതിന് ശേഷം മുന്നോട്ടേക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ ഒരു ജീവിതം ഇല്ല എന്ന് വരെ ചിന്തിക്കുന്ന എനർജി നിങ്ങൾക്ക് വരും. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ വൺസ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയാൽ പിന്നെ മരണം വരെയും അവരുടെ ആ ഓർമ്മകൾ ട്രോമ പോലെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെ. അവരൊരിക്കലും നിങ്ങൾക്ക് മറക്കാനായിട്ട് പറ്റില്ല. ഇനി മുന്നോട്ടേക്ക് അവരില്ലാത്തൊരു ലൈഫും നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അവരിൽ നിന്നും നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കെയറും ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കില്ല. വളരെയധികം അവർ മനസ്സുകൊണ്ട് അകന്നതായിട്ടൊക്കെ ഒരു എനർജി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത് നിർത്തണമെന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷമം അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് ഞാനിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ഇത് നിർത്താം എന്ന് പലരും വിചാരിച്ചിട്ട് പോലും നിർത്താൻ പറ്റാതെ വീണ്ടും അതിൽ കണക്റ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്നർ ഫീലിങ്സ് അവിടെ ഉണ്ട് അപ്പോഴും. ഓക്കെ, അപ്പോൾ ഇതൊരു കർമ്മയാണ്. എനിക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ വരുന്ന കാര്യം അത് തന്നെയാണ്. ഇറ്റ്സ് എ കർമ്മ. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും. സോ നിങ്ങളിപ്പോൾ എന്തൊക്കെ ശ്രമിച്ചാലും, അവിടെ എത്രയൊക്കെ ബുദ്ധിമുട്ടി അവരെ എത്രയൊക്കെ സ്നേഹിച്ച് കൊന്നാലും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മരിക്കാൻ വരെ തയ്യാറായിട്ട് നിന്നാലും, എനിക്ക് രക്തം കൊണ്ടൊക്കെ ലെറ്ററൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ചെയ്താൽ പോലും അവർ ഒരു വിലയും നിങ്ങൾക്ക് തരുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല.